ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നോമ്പ് മുറിക്കാൻ വേണ്ടിയുള്ള കടി എന്ന് പറയുന്ന ചെമ്മീൻ ഉണ്ടയാണ് കേട്ടോ. ചെമ്മീൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതാണ് കേട്ടോ ആദ്യം തന്നെ പരിപാടി. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ചെമ്മീൻ സാധാരണ വറവാക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഫില്ലിങ് കൊടുക്കൽ. അപ്പോൾ എല്ലാതെയും മസാല പല രീതിയിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഇത് ആക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വയറും നിറയും, നമുക്ക് പിന്നെ വേറെ അപ്പമൊന്നും കഴിക്കാനും പറ്റൂല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അഴമ്പക്ക കൊണ്ടും ചെമ്മീൻ കൊണ്ടും എല്ലാം ഇത് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ചിക്കൻ കൊണ്ടും ഉണ്ടാക്കലുണ്ട്. നമ്മൾ കൽമാസൊക്കെ ആക്കുന്നില്ലേ, പക്ഷേ ഇത് ഒരു ഉണ്ടയായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരു സ്ഥലത്ത് ഇതിന് ഓരോരു പേരായിരിക്കും. നമ്മൾ ഇതിന് ചെമ്മീൻ ഉണ്ടെന്നാട്ട് പറയാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാല ആക്കലാണ്. ആദ്യം തന്നെ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കും. അതിന് ശേഷം 2 സവാളയാണ് ഇട്ടിട്ടുള്ളത്. അത് ചെറുതായി കട്ടാക്കിയിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ടാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ മല്ലിപ്പൊടിയൊന്നും ഞാനിതിൽ ചേർക്കലില്ല. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തക്കാളിൻ്റെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചെമ്മീനുണ്ടക്ക് ചെറിയ ചെമ്മീനാണ് കേട്ടോ ഏറ്റവും നല്ലത്. വലിയ ചെമ്മീൻ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ ചെമ്മീനായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ചെമ്മീനിട്ട് വേവിക്കാനായിട്ട് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്കിത് ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൽ ചെമ്മീനിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ഏകദേശം വേവ് ആകുന്നതെന്ന് കാണുമ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെമ്മീനിടെ ഏകദേശം വേകാനായിട്ടുണ്ട്. ഈ സമയത്ത് ഇതാ ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടിച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഫുള്ളായിട്ടൊന്ന് ചെമ്മീനും തേങ്ങയിലൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മളെ ചെമ്മീനുണ്ടക്ക് വേണ്ടിയുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ചെയ്ത് വെക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പിന്നെ എടുത്ത് സ്നാക്സ് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ പഴം നിറക്കാനുള്ള അതിൻ്റെ പണ്ടവും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഉച്ചക്ക് ശേഷമാണ് കേട്ടോ അടുക്കളയിൽ കയറിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഉണ്ടക്കും കടുമ്പാണ് കേട്ടോ ഇന്നാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിയൊന്ന് അരച്ചെടുക്കാണ്ട് അരി, അതുപോലെ തന്നെ പിന്നെ ജീരകം, വലിയ ജീരകം, ഉള്ളി, കുറച്ച് കറിവേപ്പില, തേങ്ങ, ഇതെല്ലാം ഉപ്പ് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് അധിക സ്ഥലത്തും ആക്കലുണ്ട്, ഓരോരോ പേരിലാണ് കേട്ടോ പറയുക. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നമുക്ക് നല്ല വയറൊന്നും അറിയും കേട്ടോ. അപ്പോൾ നമ്മൾ കടുമ്പ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ കടുമ്പ് നമുക്കങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതന്നെ അത്യാവശ്യം ഒന്ന് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ കടുമ്പ് കഴിച്ച് തീർത്തതാണ് കേട്ടോ. ഇതാക്കുന്ന സമയം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോമ്പ് തുറക്ക ആക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴിയാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കലാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കലാണ്. അപ്പോൾ ഇതാ ഉമ്മാവും കൂടി ഉണ്ടയാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ട ആക്കണം, അതുപോലെ തന്നെ ഇത് കടുമ്പിന് വേണ്ടിയുള്ളതും റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ കടുമ്പ് കുഞ്ഞു കുഞ്ഞു കടുമ്പാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറേ സമയം എടുക്കും. വലുതാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇറച്ചിക്കറിയിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കടുമ്പായിട്ട് ആക്കുന്നതാണ് കേട്ടോ നല്ലതെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് വീഡിയോയിൽ കുറച്ച് വലുതായിട്ട് കാണുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ കടുമ്പാണ്. പിന്നെ ഇതാ ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനേക്ക് വേണ്ടിയുള്ള പിന്നെ ഉള്ളിയും തക്കാളി എല്ലാം ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിന് വേണ്ടിയുള്ള തേങ്ങയും കൂടി ഒന്ന് ചിരവിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഒരുപാടൊന്നും ചേർക്കൂല, കുറച്ച് മാത്രം, ഒരു 3-4 ടേബിൾ സ്പൂൺ അത്രേ ചേർക്കൂട്ടോ. എന്നാലേ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഫുള്ള് തേങ്ങയ്ക്കതിന് അത്ര ടേസ്റ്റ് ഉണ്ട്. നമ്മളെ മട്ടൻ കറിയൊക്കെ പോലെ ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ എല്ല് ചേർക്കണം കേട്ടോ. എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ ചേർക്കണം. എല്ലില്ലാത്ത ബീഫിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ തേങ്ങയൊക്കെ അരച്ച് കൂട്ടുമ്പോൾ. അപ്പോൾ എല്ല് ഉണ്ടാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള എടുത്തിട്ടുള്ളത്, അതൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ബീഫിൻ്റെ കൂടെ നമ്മൾ ഉള്ളി അത്യാവശ്യം വെന്ത് കിട്ടും, എന്നാലും നമ്മൾ അത്യാവശ്യം വേണ്ട പോലെ ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷം ബീഫ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയിലൊന്ന് സോഫ്റ്റായി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മളെ തക്കാളിയിൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനിതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ 2-3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഉണ്ടെങ്കിൽ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു പച്ചമണം മാറിയിട്ടാകുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, പിന്നെ ഇറച്ചി മസാല, പിന്നെ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. കുരുമുളകൊക്കെ ചേർത്താലും നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് മുളക് തേങ്ങ അരക്കുന്ന സമയത്തും കൂടി ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. വറുത്തിട്ട് ഒരു നല്ലൊരു മണത്തിൽ കിട്ടാൻ വേണ്ടി അതിലും കൂടി ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടായിനി. എന്നിട്ട് ആ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ആ പൊടിൻ്റെ പച്ചമണം ഫുള്ളായിട്ട് പോകണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറിയിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ബീഫ് ഇട്ടിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫിന് നല്ലതുപോലെ ഉപ്പും എരിവൊക്കെ പിടിച്ച് കിട്ടും. ആദ്യം ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താലും മതി. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ബീഫ് മാത്രമല്ല വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരെ ഒന്ന് വേവിക്കാം കേട്ടോ. ഓരോരോ കുക്കറിൻ്റെ ഇതനുസരിച്ചായിരിക്കും കേട്ടോ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ പയറ്റ് കഞ്ഞിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ഓരോരോ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഇതെല്ലാം ഉമ്മ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഇതാ ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട, വറുത്തെടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് എന്നിട്ട് പേസ്റ്റാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മളെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ ബീഫിലോട്ടേക്ക് അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളവും ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നേരത്തെ ഫില്ലിങ് ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം നോമ്പുറിക്കാൻ സമയത്താണ് കേട്ടോ നമ്മൾ ഈ പഴമൊക്കെ നിറച്ചിട്ടുണ്ടായത്. അപ്പോൾ അതെല്ലാം ഒന്ന് നിറച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാനാണ്. നമ്മൾ ഇങ്ങനെ ഫില്ലിങ്ങൊക്കെ നേരത്തെ ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമായിട്ട് തോന്നും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എല്ലാ പണിയും ഒരുമിച്ചാകുമ്പോൾ ഒരുപാട് പണിയായിട്ട് തോന്നും. പിന്നെ ജ്യൂസാക്കിയിട്ടുണ്ടായത് പച്ചമുന്തിരിയാണ് കേട്ടോ. പച്ചമുന്തിരി കുറച്ച് ലൂസായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കസ്കസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സാക്കി എടുക്കലാണ്. എന്നിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റലാണ് കേട്ടോ. പിന്നെ ഇതാ നോമ്പുറിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇതാ ടേബിളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. നോമ്പ് മുറിക്കാനുള്ളത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ ചെമ്മീനുണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വയറ് ഫുള്ളായിരുന്നു കേട്ടോ. ഒന്ന് കഴിച്ചാൽ തന്നെ ഫുള്ളാവും. അപ്പോൾ നമ്മൾ കടുമ്പാക്കിയിട്ടുണ്ടായിന്, അത് ലാസ്റ്റാണ് ഇട്ടാക്കിയിട്ടുണ്ടായത്. നോമ്പ് തുറക്കാൻ നേരത്ത് നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പാണ് ഇട്ടാക്കിയിട്ടുണ്ടായത്. അതിൽ നിന്ന് കുറച്ച് കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിട്ട് ബാക്കി കറിയിൽ ഫുള്ളായിട്ട് നമ്മൾ
കടുമ്പൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ കറിയിൽ വേവിച്ച് കുറുക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ കടുമ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അല്ലാതെ കുറച്ച് കറിയിലാക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ചധികം തന്നെ കറിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് നോമ്പ് തുറന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇത് എടുത്തത് മാത്രമേ ഉണ്ട്, ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ അത്താഴത്തിനാട്ടോ കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചെമ്മീൻ ആക്കുമ്പോൾ നമുക്കിങ്ങനെ നോമ്പ് തുറക്കുക ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വേണ്ടി വന്നാലോ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.